വന്ദേ മാതരം നിർബന്ധമാക്കിയതിൽ വിവാദം പുകയുന്നു. UDFിൽ ഭിന്നത. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കണമെന്ന സർക്കാരിന്റെ സർക്കുലറിനെ ചൊല്ലി UDFിലും മുസ്ലിം ലീഗിലും ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നു. വിഷയം രാഷ്ട്രീയ ആയുധമായതോടെ ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്തയും സുന്നി യുവജന സംഘവും രംഗത്തെത്തി. സർക്കാർ ഉത്തരവിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ സ്വീകരിച്ചതെങ്കിൽ ഇതിനെതിരെ കടുത്ത വിയോജിപ്പുമായി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വന്നു. ഒടുവിൽ പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി കേന്ദ്രം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സഭ തടസ്സപ്പെടരുതെന്നും ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും കേന്ദ്രം അറിയിച്ചു. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. ആഭ്യന്തരമന്ത്രി പറയുന്നത് പ്രതിപക്ഷം പൂർണ്ണമായും കേൾക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ CJP സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപവും വിദ്വേഷ പരാമർശവും നടത്തിയ സംഘപരിവാർ സൈദ്ധാന്തികൻ TG മോഹൻദാസിന് ജാമ്യം. പ്രായവും ആരോഗ്യവും പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്ന് തിരുവനന്തപുരം ACJM കോടതി അറിയിച്ചു. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് കോടതി പ്രതിയോട് ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിന് പോലീസിന് മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ പോലീസിനുണ്ടായ വീഴ്ചയിൽ വീണ്ടും കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. അറസ്റ്റിൽ വീഴ്ച വരുത്തിയ DYSPയെ സസ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. വിഷയത്തിൽ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പിറമാടം സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. 22 പേർക്കെതിരെയാണ് കേസ്. വൈദികരടക്കമുള്ള പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാമമംഗലം പോലീസ് കേസെടുത്തത്. തടഞ്ഞുവെക്കൽ, അസഭ്യം പറയൽ, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രളയ ദുരന്തത്തിൽ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ പൊലിഞ്ഞ രാജേഷിന്റെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുടുംബം അനാഥമാകാൻ പാടില്ലെന്നും അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കുടുംബത്തിന് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കള്ളക്കടൽ പ്രതിഭാസത്തിനെ തുടർന്ന് 4 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ നാളെ രാത്രി 11:30 വരെ 1 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അതീവ സുരക്ഷാ മേഖലയായ മുല്ലപ്പെരിയാർ കനാലിലും കടുവ സങ്കേതത്തിനു മുകളിലും നിയമങ്ങൾ കാറ്റിൽ പറത്തി തമിഴ്നാട് സംഘം ഡ്രോൺ പറത്തിയ സംഭവത്തിൽ വിവാദം ശക്തമാകുന്നു. വന്യജീവികൾക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന രീതിയിൽ ചിത്രീകരിച്ച ആകാശ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. തമിഴ്നാട് പെരിയകുളം MLAയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വീഡിയോ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടെ കേരള വനം വകുപ്പും പോലീസും അന്വേഷണം ഊർജിതമാക്കി. പരീക്ഷാ ക്രമക്കേട് രൂക്ഷമായ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ കൂട്ടരാജി. സിവിൽ സർവീസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചോദ്യം ചെയ്യൽ നിഴലിലായതോടെയാണ് കമ്മീഷനിലെ അവശേഷിച്ച 3 അംഗങ്ങളും സ്ഥാനം രാജിവെച്ചത്. സർക്കാരിനെയും കമ്മീഷനെയും പ്രതിക്കൂട്ടിലാക്കി വിദ്യാർത്ഥികൾ ഡൽഹി മോഡലിൽ നടത്തിവന്ന ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നിലാണ് ഒടുവിൽ സർക്കാരിന് തലകുനിക്കേണ്ടി വന്നത്. ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ കർശന നിബന്ധനകൾ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ആശങ്ക വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകാതെ തന്ത്രപ്രധാനമായ ഈ ജലപാത തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതിനെ തുടർന്ന് തിങ്കളാഴ്ച ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഞായറാഴ്ചയാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.